بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ടായുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ നിസ്കാരത്തിൻ്റെ വാർഷികം അരങ്ങേറുകയാണ്, ആഘോഷിക്കുകയാണ്. നിസ്കാരത്തിൻ്റെ പുനഃക്രമീകരണം, നിസ്കാരത്തിലുള്ള കുറവുകൾ ആലോചിക്കാനും അത് പരിഹരിക്കാനും റജബ്, ഫർദുകൾ പൂർണ്ണമായി, സുന്നത്തുകളിലുള്ളതായ കുറവുകൾ പരിഹരിക്കാൻ ഷഅബാൻ. സത്യവിശ്വാസി ഇത് രണ്ടും പരിപൂർണമാക്കിയ ശേഷം പരിശുദ്ധ റമളാനിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ എല്ലാ വർഷവും അല്ലാഹു തആല നമ്മുടെ അമലി രംഗത്തെ ഒന്ന് പുനഃക്രമീകരിക്കുകയാണ്. പ്രത്യേകിച്ച് റജബും ഷഅബാനും വരുമ്പോൾ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമലുകളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനവും ഏറ്റവും സ്ഥാനവുമുള്ള അമലാണ് നിസ്കാരം എന്നത്. നമ്മൾ നിസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രപരമായ ചില ബന്ധങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അല്പം ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നിസ്കാരം എന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന നിലയിൽ അതിലേക്ക് ഒരുങ്ങി വരിക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒഴുക്കം മട്ടിനാവാതെ അതിൻ്റെ പരിപൂർണമായ അർഹതയിൽ തന്നെ ചെയ്തേ പറ്റൂ. ഇത് നമുക്ക് നിർബന്ധമാണ്. ഫിഖ്ഹ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം ഒരുപാട് തെറ്റുകൾ പൊറുക്കാൻ കാരണമാണ്. നിസ്കാരം വലിയ പ്രതിഫല പ്രവാഹം നേടാൻ കാരണമാണ്. നിസ്കാരം മുഖേന ധാരാളം ബറക്കത്തുകൾ കിട്ടുകയാണ്. നിസ്കാരം മുഖേന ദുനിയവിയും ഉഖറവിയുമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിസ്കാരം ആവണം, എന്നാൽ അത് കിട്ടാം. നിസ്കാരമാവാൻ അതിൻ്റെ ആദ്യപടി പരിശുദ്ധ ഹദീസ് നമ്മുടെ മുന്നിൽ പറയുന്നത് വുളൂ പരിപൂർണമാവണം എന്നാണ്. ഒരു ഹദീസ് കേട്ടുള്ളൂ, സ്വഹീഹ് മുസ്ലിം. عن عثمان رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ما من امرئ مسلم تحضره صلاة مكتوبة فيحسن وضوءها وخشوعها وركوعها إلا كانت كفارة لما قبلها من الذنوب ما لم تؤت كبيرة وذلك الدهر كله. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് അവിടുന്ന് പഠിപ്പിച്ചത്? ഒരു മുസ്ലിമായ മനുഷ്യന് നിസ്കരിക്കാൻ സമയമായി, നിസ്കാരത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ 5 നേരം ഒരു ദിവസത്തിൽ സന്നിഹിതമാകുന്നുണ്ട്. നിസ്കാരത്തിന്റെ സമയത്തോടടുത്തപ്പോഴേക്കും അവന്റെ ഉള്ളിൽ ആ നിസ്കാരത്തിന്റെ ഒരുക്കത്തെക്കുറിച്ചുള്ളതായ ചിന്തകൾ വന്നു. പഠിച്ചവനെ, നിസ്കരിക്കാൻ സമയമായല്ലോ എന്നല്ല, വാങ്ക് വിളിക്കാൻ സമയമായല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി അവൻ ചെയ്ത ഫർള് നിസ്കാരത്തിന്റെ വുളൂഇനെ പരിപൂർണമായി ചെയ്തു. എങ്ങനെ വുളൂ പരിപൂർണമായത്? വുളൂവിന്റെ സുന്നത്തുകളും അദബുകളും പരിപൂർണമായും പാലിച്ചുകൊണ്ട് തന്നെ ചെയ്തു. അങ്ങനെ വരുമ്പോഴാണ് ആ നിസ്കാരത്തിന്റെ ഹൃദയഭക്തിയും ഒരാൾക്ക് പൂർണ്ണമായും കിട്ടുകയുള്ളൂ. നിസ്കാരത്തിന്റെ ഹൃദയഭക്തി നഷ്ടപ്പെട്ടത് വുളൂ പരിപൂർണമല്ലാത്തത് കൊണ്ട് എന്ന് ഇതിന്റെ ഒരു ഫിഖ്ഹ് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. നിസ്കാരത്തിന്റെ ഓരോ ഫർളായ കർമ്മങ്ങളും, റുകൂഅ്, സുജൂദ്, ഇഅ്തിദാല്, ഖിയാമ് തുടങ്ങുന്ന എല്ലാ ഫർളായ കർമ്മങ്ങളും, നിസ്കാരത്തിന്റെ അകത്തുള്ള 14 ഫർളുകളുണ്ട്. അതും പരിപൂർണമാവണം എങ്കിൽ നിസ്കാരത്തിന്റെ മുമ്പ് അവൻ ചെയ്ത വുളൂ പരിപൂർണമാവലാണ്. അങ്ങനെയാണ് ഫർള് നിസ്കരിച്ചത് എങ്കിൽ ആ ഫർള് നിസ്കാരം ഇല്ലാ കാനത് കഫാറത്തൻ ലിമാ ഖബലഹാ മിനദ്ദുനൂബ്,
അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കാൻ ആ നിസ്കാരം മതി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പൊറുക്കാത്ത 7 വൻപാപങ്ങളുണ്ട്, അതല്ലാത്ത എല്ലാം ഈ നിസ്കാരം കൊണ്ട് പൊറുത്തു കഴിഞ്ഞു. ഇത് ഒരു നിസ്കാരം കൊണ്ടല്ല കിട്ടുക. ഒരു ആയുസ് മുഴുവൻ ഒരാൾക്ക് ഈ ആനുകൂല്യത്തിൽ പോവാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പ്രധാന വിഷയം നിസ്കാരത്തിനോടനുബന്ധമായി നമ്മൾ ചെയ്യുന്ന ഉളു ആണ്. ഉളു, വാവിന് ലമ്മ്, വുളു, വുളു ഒന്ന് പറഞ്ഞേ, വുളു. വാവിന് ഫതഹിട്ട് കഴിഞ്ഞാൽ അത് വേറെയായി സാധനം. അത് ഉളു എടുക്കണ വെള്ളത്തിനെ പറയാം. ഉളു ചെയ്യുന്ന വെള്ളത്തിന് പറയുന്നത് വല്ലു, ഉളുവിന് പറയുന്നത് വുളു, വാവിന് ലമ്മാണ്. വുളു, വുളു അംഗസ്നാനം. അംഗസ്നാനം കൊണ്ട് ഒരുപാട് ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ട്. നമ്മളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ ക്ലാസ് നടത്തിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. ഉളു ശരിക്കും ഒരു അമല് തുടങ്ങുന്നത് നിയ്യത്തോടു കൂടെയാണല്ലോ. നിയ്യത്തോടു കൂടെയാണ് ഒരു അമല് തുടങ്ങുന്നത്. അതായത് നിയ്യത്ത് ഏത് അമലിന്റെയും ഫറലാണ്. ഏതൊരു അമലിന്റെയും നിയ്യത്ത് ഫറലാണ്, വാജിബാണ്, ഫറലാണ്. ഉളുവിന്റെ തുടക്കത്തിൽ ഫറലിന്റെ നിയ്യത്ത് വരുന്നില്ല. ഉളുവിന്റെ നിയ്യത്ത് തുടങ്ങുന്നത് മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലാണ്. അപ്പോ ആദ്യത്തിൽ നിയ്യത്ത് വന്നിട്ടില്ല, നിയ്യത്ത് എടേന്ന കയറിയേക്കുന്നത്. അങ്ങനെ വരുമ്പോ ആദ്യത്തിൽ ഒരു നെയ്യത്ത് സുന്നത്തുണ്ട്, സുന്നത്തായൊരു നെയ്യത്തുണ്ട്. ഉളു ചെയ്ത് തുടങ്ങുന്നത് മുൻകൈ കഴുകിയിട്ടാണ്. ആ മുൻകൈ കഴുകൽ ഫറലല്ല, മുൻകൈ കഴുകൽ സുന്നത്താണ്. വായില് വെള്ളം കുപ്പിളിക്കൽ, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ സുന്നത്താണ്. മുൻകൈ കഴുകുമ്പോൾ ഒരു ദുആ ഉണ്ട്, അത് സുന്നത്താണ്. ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങൾ ഉളുവിന്റെ ഫറലായ നെയ്യത്തിന്റെ മുമ്പ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. നെയ്യത്ത് ചെയ്യുന്നോട് മുതലാണ് ഒരാൾക്ക് കൂലി ഉണ്ടാവുക, പ്രതിഫലം കിട്ടാം. ഉളു ഇബാദത്താണ്, ഉളു ഒരു അമലാണ്. ഒരിക്കൽ കൂടി പറയുന്നു, വലിയ അശുദ്ധിക്കാരികളായ പീരീഡ്സ് ഉള്ള ഹൈലുള്ള സഹോദരിമാർക്ക്, അതുപോലെ തന്നെ പ്രസവരക്തം നിലയ്ക്കാത്ത സഹോദരിമാർക്ക് ഉളു എടുക്കാൻ പാടില്ലാത്തതാണ്. അപ്പോ അങ്ങനെയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. ഉളു പാഴായി ഒരു അമലായി കൊണ്ടെടുക്കാൻ പാടില്ല എന്നാണ്. അതൊരു അർത്ഥമുള്ള അമലാവണം. അതിന്റെ തുടക്കം മുൻകൈ കഴുകുന്ന സന്ദർഭത്തിലായതുകൊണ്ട് അവിടെ ഒരു സുന്നത്തായ നെയ്യത്ത് കൊണ്ടുവന്നേ പറ്റൂ. ശരിയായ നെയ്യത്ത് വരുന്ന മുഖം കഴുകുന്ന ആദ്യ അവസരത്തിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉളു ചെയ്യുമ്പോൾ 2 നെയ്യത്തുണ്ട്. ഉളു ചെയ്യുമ്പോൾ 2 നെയ്യത്തുണ്ട്. ഒന്നാമത്തെ നെയ്യത്ത് എന്താ? മുൻകൈ കഴുകുന്ന ആ ആദ്യ അവസരത്തിൽ തന്നെ നമ്മൾ നെയ്യത്ത് ചെയ്യണം. ഉളുവിന്റെ എല്ലാ സുന്നത്തുകളും ഞാൻ എടുക്കുന്നു. എന്നെ നെയ്യത്ത്? ഉളുവിന്റെ എല്ലാ സുന്നത്തുകളെയും ഞാൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഉളുവിന്റെ സുന്നത്തുകളെ ഞാൻ എടുക്കുന്നു. അങ്ങനെ സുന്നത്തായി മുഖം കഴുകുക എന്ന ഫറദിന്റെ മുമ്പ് സംഭവിക്കുന്ന ഈ സുന്നത്തായ കാര്യങ്ങളുണ്ട്. വായിലെ വെള്ളം കുപ്പിളിക്കുക, മുക്കിൽ വെള്ളം കയറ്റിച്ചിട്ടാ, മുൻകൈ കഴുകുക, ദിക്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന്റെയൊക്കെ കൂലി കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ഒരു നെയ്യത്ത് വെക്കണം. ആ നെയ്യത്ത് സുന്നത്തായ നെയ്യത്താണ്. ആ സുന്നത്തായ നെയ്യത്ത് ഇങ്ങനെയാണ് നെയ്യത്തേണ്ടത്. ഉളുവിന്റെ സുന്നത്തുകളെ ഞാൻ എടുക്കുന്നു. അങ്ങനെ നെയ്യത്ത് ചെയ്തിട്ട് മുനേനെ പടപ്പിക്കല്ല വേണ്ടത്, അതിങ്ങനെ ശരിക്ക് കഴുകണം. വിരലുകൾ ഇടകോർത്ത് കഴുകണം. ഒരല്പം വെള്ളം ഉപയോഗിക്കണം. വെള്ളം അമിതമാവാൻ പാടില്ല. ഉളു ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് വെള്ളം വേണ്ടി വരുന്നു. അതിങ്ങനെ പതുക്കെ പതുക്കെ ശീലം കുറച്ച് കൊണ്ടുവരണം. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, ഉളു പരിപൂർണമാവണമെങ്കിൽ അതിന്റെ അദബുകൾ പരിപൂർണമാവണം. ഫറലും സുന്നത്തും ഷർത്തും ഒക്കെ പൂർണ്ണമാകുന്ന പോലെ തന്നെ ഉളുവിനൊരു അദബുണ്ട്. ആ അദബ് പൂർണ്ണമാവുക എന്നതിൽപ്പെട്ടതാണ് വെള്ളം അമിതം ഉപയോഗിക്കാതിരിക്കാൻ. ഒഴുകുന്ന പുഴയിലാണെങ്കിൽ പോലും അമിതം ചെയ്യല്ലേ എന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളു എടുക്കാൻ ഉപയോഗിച്ച വെള്ളം 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ ആ കൂട്ടിപ്പിടിച്ച ഭാഗത്തേക്ക് എത്ര വെള്ളം കളക്ട് ചെയ്യാൻ പറ്റുമോ, ഒരു മുദ്ദെന്ന് പറയൂ അതിന്, അത്രയും അളവ്, ഏകദേശം ഒരു 500 അല്ലെങ്കിൽ 600 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് ഒരു ഉളു പരിപൂർണമായി ചെയ്തിരുന്നു. എല്ലാ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര എത്തിയില്ലെങ്കിൽ അതിനോട് അടുത്തെത്തണം. ഒരു കോരൽ കൊണ്ട് കിട്ടാവുന്ന വെള്ളത്തിലോ അത്രയും മില്ലി ലിറ്റർ വെള്ളത്തിൽ ആ ഉളു ചെയ്തത് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊരു വലിയ മെസ്സേജാണ്. 5 വഖത്തിലും വെള്ളം ഉപയോഗിക്കുന്ന ആള് ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉളുവിലുണ്ട്. ആ വലിയ മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന യോഗ്യത നമ്മുടെ ഉളുവിനുണ്ട് എങ്കിലാണ് അദബ് പൂർണ്ണമായി എന്ന് പറയാൻ കഴിയും. അദബുകൾ പൂർണ്ണമായാൽ ഉളു പൂർണ്ണമാവും.
ഒരാൾ ഖിബലക്ക് മുന്നിട്ട് ഉളു എടുക്കൽ സുന്നത്താണ്. രണ്ട് സൗകര്യമുണ്ട് ഒരാൾക്ക്. ഖിബലക്ക് മുന്നിടാനും കഴിയും, മുന്നിടാതെയും കഴിയും. ഇത്തിരി സഹിച്ചാലും ഇത്തിരി ബുദ്ധിമുട്ടിയാലും മുന്നിട്ട് തന്നെ ഉളു എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഒരു നിർവാഹമില്ല അങ്ങനെ വരുന്നോടത്ത് ആ മനുഷ്യൻ ഖിബല ഒഴിവാക്കേണ്ടി വരുന്ന ഒരു ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ മാത്രമാണ് അതുപോലെ തന്നെ ഖിബല ഒഴിവാക്കുക എന്നുള്ളതിലേക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. പരമാവധി ഖിബലയോടുകൂടെ തന്നെ ഉളു എടുക്കാൻ നോക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉളു പരിപൂർണമാവണമെങ്കിൽ അതിന്റെ ദിക്റുകൾ കൃത്യമായി ചൊല്ലലാണ്. ആ ദിക്റുകൾ കൃത്യമായി ചൊല്ലാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഉളു എടുക്കാൻ പാടില്ല. ഉളു ആവുക ചെയ്യും, പക്ഷെ അത് പാടില്ല. ദിക്റുകൾ ചൊല്ലിയാലാണ് ഉളു പൂർണ്ണമാവുക. നിസ്കാരത്തിന്റെ ഉളുവിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിസ്കാരത്തിന്റെ ഉളു നിസ്കാരത്തിന്റെ ഹൃദയഭക്തി ഉണ്ടാവാനുള്ള ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഉളു പൂർണ്ണമാവണമെങ്കിൽ അതിന്റെ ദിക്റുകൾ ചൊല്ലാൻ പറ്റുന്ന ഒരിടത്തിൽ നിന്ന് തന്നെ ഉളു ചെയ്യണം. ഒരിക്കലും കുളിക്കാൻ ഉപയോഗിക്കുന്ന റൂം, ബാത്ത് റൂം, അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ഭാഗം ടോയ്ലറ്റ്, ഇത് രണ്ടും നമുക്ക് ദിക്റുകൾ ചൊല്ലാൻ പാടില്ലാത്ത സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്ന് ചെയ്താൽ ഉളു സ്വഹീഹാവൂല എന്നൊന്നുമല്ല, ഉളു സ്വഹീഹാവായിരിക്കും, പക്ഷെ പരിപൂർണമാവൂല. അപ്പൊ അതിന് പറ്റുന്നൊരിടത്ത്. അതുപോലെ തന്നെ ചില ആണുങ്ങൾ മുണ്ട് മടിക്കുത്തിയിട്ട് മുട്ടിന്റെ മുകളിലേക്ക് മുണ്ട് ഉയർത്തി ഉടുത്ത് അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ തോർത്തുടുത്തിട്ട് ഉളു ചെയ്യുന്ന കാണാറുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഔറത്ത് വെളിവാണ്, മുട്ടിന്റെ മുകളിലേക്ക് ഉയർന്നു. ആണുങ്ങളുടെ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഔറത്ത് വെളിവാക്കി വെച്ചുകൊണ്ടൊരു ഉളു ചെയ്യല് ഉളു പരിപൂർണമല്ല. ആ ഉളു കൊണ്ട് നിസ്കാരത്തിൽ വന്നാൽ നിസ്കാരം സഹിഹാവായിരിക്കും, പക്ഷേ നിസ്കാരത്തിന്റെ ഖുശൂഅ്, ഹൃദയഭക്തി കിട്ടിക്കൊള്ളണമെന്നില്ല. പരിപൂർണമായ ഉളുവോട് കൂടെ വന്നിട്ടുള്ള നിസ്കാരത്തിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരം കൊണ്ട് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരവും ഫിഖ്ഹും എന്ന ഒരു ശീർഷകത്തിൽ ഇത് പറയാതെ വയ്യ. അങ്ങനെ ഉളുവിന്റെ സുന്നത്തുകൾ പാലിക്കുക, അദബുകൾ പാലിക്കുക. വെള്ളം തെറിച്ച് താഴെ വീണാൽ തെറിച്ച് ആകെ വസ്വാസാക്കുന്ന ഒരു ഇടത്തിൽ ഉളു ചെയ്യാതിരിക്കാം. അങ്ങനെ തെറിക്കണമെങ്കിൽ ഒരുപാട് വെള്ളം മുകളിൽ നിന്ന് ചാടുമ്പോഴാണ് ഒരുപാട് വെള്ളം തെറിച്ചു പോവുക. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ചാട്ടം, ഒരു ചെറിയ ഫോഴ്സിൽ ഉളു എടുക്കാൻ ശ്രമിക്കാം. എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആളുകൾ. ഈ ചെറിയ മൊന്തയിൽ കുടത്തിൽ വെള്ളം എടുത്തിട്ട് ഉളു എടുക്കുന്ന ആളുകൾ ഒരിക്കലും ആ ഉപയോഗിച്ച വെള്ളം വീണ്ടും അതിലേക്ക് തെറിക്കുകയില്ല. ആ കുറഞ്ഞ വെള്ളം കൊണ്ട് അവർ ഉളു ചെയ്ത് ബാക്കി അതിലുണ്ടാവും. ആ കുടം കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മുറത്തെ ആ ഇറക്കായിൽ വെച്ച് കഴിയുമ്പോൾ അതിൽ പിന്നെ ഉണ്ടാവും ഒരു ഉളുവിനുള്ള വെള്ളം. അല്ലെങ്കിൽ അവർ ഉളുവെടുക്കാൻ ആ കുടം നിറച്ച് വെള്ളം എടുക്കലില്ല, കാരണം അത് ചിരിക്കുമ്പോൾ വീണ്ടും പോകണമായിരുന്നു. അങ്ങനെ മൊന്തേലെ ഉളുവെടുത്ത കാരണവന്മാരെ കണ്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? മൊന്തേലെ കൂട്ടത്തില് അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. ഇതൊരു വലിയ മെസ്സേജാണിത്. ഉളുവെടുക്കാൻ തുടങ്ങാണ്, സുന്നത്തായൊരു ദിക്റുണ്ട്, കയ്യെങ്ങനെ കഴുകാണ്. ഉളു ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തില് ഈ ഉളുവിന്റെ അവയവങ്ങളില് വെള്ളം ഇങ്ങോട്ട് ചാടി ഒലിച്ച് താഴേക്ക് വരുമ്പോൾ അതിന് നിറം മാറുന്ന ഒരു സാധനം നമ്മുടെ ഈ ഉളു ചെയ്യുന്ന അവയവങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഷർത്താണത്. വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണം, അറക്കപ്പൊടി ഉണ്ട് കയ്യില്, അരിപ്പൊടി ഉണ്ട്. ഇവിടുന്ന് ആ വെള്ളം വീണ് താഴെ വരുമ്പോ ആദ്യം വീഴുന്ന വെള്ളം പൊടി കലർന്ന വെള്ളമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് എങ്കിൽ ആ വെള്ളം പകർച്ചയായി എന്നാണ്. ആ വെള്ളം ഉളുവിന്റെ അവയവത്തിൽ ഉപയോഗിച്ചത് സ്വഹീഹ് ആയിട്ടില്ല. നേരെ മറിച്ച് അത് ആദ്യം കഴുകി കളഞ്ഞു വരണം. വിയർപ്പ് കുഴപ്പമില്ല, വിയർപ്പിന്റെ ചെളിയും ശക്തമാൽ അല്ലാത്ത രീതിയിൽ കുഴപ്പമില്ല, എണ്ണ കുഴപ്പമില്ല. പക്ഷെ കുഴമ്പ് അമൃതാഞ്ചൻ പ്രശ്നമാണ്. അതിൽ എണ്ണയോടൊപ്പം മറ്റു പലത് ചേരുന്നത് കൊണ്ട്. പിന്നെ പൊളിഞ്ഞു പോരാത്ത മൈലാഞ്ചി, അത് കുഴപ്പമില്ല. എണ്ണ തേച്ചു എന്ന് വെച്ച് വെള്ളം ചേരുന്നതിന് തടസ്സമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ മുന്നോടിയായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല ബോൾ പേനയുടെ കട്ടിയുള്ള മഷി, അത് പ്രശ്നമാണ്. ഉള്ളി അരിഞ്ഞപ്പോ വന്ന കറ കുഴപ്പമില്ല അല്ലെ? സഹോദരിമാരുടെയൊക്കെ ഇങ്ങനെ വിരലിന്റെ ഇവിടെ ഒരു അടയാളം ഉണ്ടാവും. ചിലപ്പോ ഈ അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരുടെ കയ്യിലൊക്കെ ഇവിടെ ഒരു അടയാളം ഉണ്ടാവും. മറ്റേ ഫിംഗർ ക്യാപ്പ് ഇട്ട കുഴപ്പമില്ല, അല്ലാത്തവരെ ധൃതിക്കാരുണ്ടാവും. പെട്ടെന്ന് വെട്ടുമ്പോ അവർക്ക് നോമ്പില്ല, പെരുന്നാളൊന്നുമില്ല, അവർക്ക് ഗ്ലാമർ ഇതൊന്നും ഒരു വിഷയമല്ല. അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ അടക്കളയെ ശരണം, അങ്ങനെ കുറെ സാധുക്കളുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഇങ്ങനെ അടയാളം ഉണ്ടാവും, ഉള്ളി വെട്ടിയതിന്റെ അടയാളം. അതിങ്ങനെ അതിലൊരു കറ പുരണ്ടിട്ടുണ്ടാവും, അത് പ്രശ്നമല്ല. കാല് വിണ്ട് കീറിയത് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി പുറത്ത് കളഞ്ഞേ പറ്റൂ. വുളൂഇന് പറയുന്ന ഈ പറയപ്പെട്ട നിബന്ധനകളൊക്കെ കുളികൾക്കുമുള്ളതാണ്.
കാല് വിണ്ട് കീറിയതിന്റെ ഉള്ളിൽ ചെളിയിരിക്കാനേ പാടില്ല, ഒളു സഹിഹാവൂല. നഖത്തിന്റെ അടിയിൽ ചെളിയോ മറ്റുള്ള സാധനങ്ങളോ ഒന്നുമേ പാടില്ല, അതൊക്കെ കളഞ്ഞിരിക്കണം. ഇത് 5 വക്തിലും ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. നല്ല നിസ്കാരമൊക്കെ ഉള്ള പെയിന്റിങ് പണിക്കാര് ആ പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞിട്ട് അവർ കഷ്ടപ്പെടുന്നത്. കാരണം അതിങ്ങനെ പൂർണ്ണമായും കളയാൻ എത്ര കഷ്ടപ്പെടണം. അതുപോലെ തന്നെ ഈ ഫെവിക്വിക്ക് പോലെയുള്ള ഫെവിക്കോളിന്റെ ഒക്കെ പുതിയ പുതിയ പശകള് അതൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ കുറെ പ്രശ്നമാണ്. അതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയണം. ഇങ്ങനെയുള്ളതൊക്കെ വുളൂഇന്റെ മുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട അതിന്റെ ഷർത്തുകളാണ്. വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. വെള്ളം ചേർന്നാൽ ആ വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ നിറം മാറി വരുന്ന അവസ്ഥയിലുള്ള ഒന്നും ബോഡിയിൽ പാടില്ല, വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ. പിന്നെ മൂത്രം പോകാൻ ട്യൂബ് ഇട്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇടക്കിടക്ക് ഇങ്ങനെ ഇറ്റിറ്റി മൂത്രം പോകുന്ന ആളുകളുണ്ടാവും. അവർ വാങ്ക് വിളി കേട്ടിട്ടേ ഒളു എടുക്കാവൂ. ഒരു ഒളു കൊണ്ടേ അവർ ഒന്ന് നിസ്കരിക്കാവൂ. ഒന്നിലധികം നിസ്കരിക്കാൻ ഫറള് ഒന്നേ പാടുള്ളൂ, സുന്നത്ത് എത്രയാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് കൃത്യമായി അതിന്റെ അദബുകൾ പാലിച്ച് ഖിബ്ല ശ്രദ്ധിച്ച് ഔറത്ത് മറച്ച് ഇതൊരു ഇബാദത്താണെന്ന് കരുതി ഒളു എടുക്കാൻ തുടങ്ങാണ് കേട്ടോ. നിസ്കാരത്തിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവന് നിയ്യത്ത് ചെയ്യാം. എന്ത്? നിസ്കാരം ഹലാലാവണമെങ്കിൽ ഒളു വേണം. അല്ല, ഒളു അല്ലാതെ നിസ്കരിക്കല് ഹറാമാണ്. നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ ഒളു ചെയ്യുന്നു എന്ന് കരുതിയാൽ ആ ഒളു കൊണ്ട്, അങ്ങനെ നിയ്യത്ത് ചെയ്ത ഒളു കൊണ്ട് മുസ്ഹഫ് എടുക്കാം, തവാഫും ചെയ്യാം, ഒക്കെ പറ്റും. നേരെ മറിച്ച് ഖുർആൻ ഓതാൻ അല്ലെങ്കിൽ ഖുർആൻ തൊടാൻ വേണ്ടി മാത്രം, ഞാൻ ഖുർആൻ എടുക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ ഒളു ഇല്ലാതെ എടുക്കാൻ പാടില്ലല്ലോ. പ്രായപൂർത്തിയായ ആളുകൾക്ക് ഖുർആൻ സ്പർശിക്കാൻ വേണ്ടി ഞാൻ ഒളു എടുക്കുന്നു എന്ന നിയ്യത്തിൽ ഒളു ചെയ്തു വരുന്ന ആള്, അങ്ങനെ ഒളു ചെയ്തു വരുന്ന ആൾക്ക് നിസ്കരിക്കാൻ അത് പറ്റൂല. അല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒളു എടുക്കുന്നു എന്ന് കരുതി അതൊന്നും നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ഒറ്റ നെയ്യത്തോളൂ. എന്താ? നിസ്കാരത്തെ ഹലാക്കാക്കാൻ, നിസ്കാരത്തെ ഹലാലാക്കാൻ. അങ്ങനെ നിസ്കാരത്തെ ഹലാലാക്കാൻ, നിസ്കാരത്തെ ഹലാലാക്കുക എന്നതിലെല്ലാം എല്ലാ നെയ്യത്തുകളും ആ ഒരൊറ്റ നെയ്യത്തിൽ ഷൂട്ടായി വരും. നിസ്കാരത്തെ ഹലാലാക്കുക എന്ന നെയ്യത്ത്. അതുപോലെ തന്നെ അശുദ്ധിയെ ഉയർത്തിക്കളയ, നമ്മുടെ ശരീരത്തിൽ നിന്ന് അശുദ്ധിയെ ഉയർത്തിക്കളയ, അശുദ്ധിയെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കി കളയ എന്നാണ് ഉയർത്തി കളയ എന്ന് പറഞ്ഞതിനർത്ഥം. ഒഴിവാക്കി കളയ, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ വേണ്ടി. ഇങ്ങനെയൊക്കെയുള്ള നെയ്യത്തുകളാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള നെയ്യത്ത്. ആ നെയ്യത്ത് എപ്പോഴാ വെക്ക? മുഖം കഴുകുന്നതിന്റെ ആദ്യ അവസരത്തിലാണ് ആ നെയ്യത്ത് വെക്കുക. നെയ്യത്ത് വെച്ചോടത്തുനിന്നാണ് അമൽ ആരംഭിക്കുന്നത്. പക്ഷെ ഈ അമലിന് കുറച്ച് വാല് ഫ്രണ്ട് കിടപ്പുണ്ട്. അതേതാണ്? മുൻകൈ കഴുകി വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുന്ന ആ ഒരു പ്രക്രിയ കുറച്ച് വാല് പോലെ കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അതും ഈ അമലിൽ പെട്ടതാണെങ്കിൽ അവിടെയും ഒരു നെയ്യത്ത് എക്സ്ട്രാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ആ നെയ്യത്താണ് ഞാൻ ആദ്യം പറഞ്ഞത്. മുൻകൈ കഴുകുന്ന ആദ്യ അവസരത്തിൽ ഒന്നാമത്തെ നെയ്യത്ത് വന്നു. സഹോദരിമാർക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിങ്ങനെ തലവലിക്കിട്ട് കാര്യമില്ല. ഒരു കിടാവിന് പുല്ലിട്ട് കൊടുക്കുമ്പോഴും തലവലിക്കും. അത് മനസ്സിലായിട്ടൊന്നുമല്ല. മനസ്സിലായിട്ടാണോ? വേഗം പറഞ്ഞു പോ. ഞാൻ അത് പറയാനല്ല ഇരുന്നത്, വേഗം പറയാം. നമ്മൾ കൈ കഴുകുന്ന ആദ്യ അവസരത്തിൽ നഖത്തേലൊന്നും ചെളിയില്ല കേട്ടോ. അപ്പൊ നല്ല വൃത്തിയിലായിരിക്കുന്നത്. നമ്മൾ കൈ കഴുകുന്ന ആദ്യ അവസരത്തിൽ അങ്ങനെ പടപടാതെ പറഞ്ഞു പോലെ അത് അതിന്റെ രീതിയിൽ ഒരു ദിക്റാണ്, കൂലി കിട്ടണം എന്നുള്ള ആ നീയത്തിൽ ഇങ്ങനെ നമ്മൾ നല്ലോണം ചൊല്ലണം. അപ്പൊ ഇങ്ങനെ വിരലിന്റെ വിടവിലൊക്കെ ഇങ്ങനെ കഴുകണം. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ശൈലി ഡെയിലി ചെയ്യുന്ന അതല്ല, ഇതിങ്ങനെ എന്തൊക്കെ കഴുകി വൃത്തിയാക്കാണ്. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഷഹാദത്ത് ചൊല്ലി അഊദും ബിസ്മിൻ ചൊല്ലി ശൈത്താനെ അകറ്റി നിർത്തി. ഷഹാദത്ത് ശൈത്താൻ അവിടെ മുതലേ അകറ്റി നിർത്തിയേക്കാണ്. ഇത് ശൈത്താന്റെ കൂട്ടിപ്പോയാൽ ഒളു എടുക്കുക. ശൈത്താന്റെ കൂട് എന്ന് പുണ്യനബി പറഞ്ഞ സ്ഥലം ഹമാം. എവിടെയാണ്? ഹമ്മാമിലാണ്. ഹമ്മാമ് അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഒരു ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. അത് കുളിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന സ്ഥലത്തേക്കുള്ളതാണെങ്കിലും ചൊല്ലാം, അത് മലമൂത്ര വിസർജനമുള്ള സ്ഥലത്താണെങ്കിലും ചൊല്ലാം. കുളിമുറി എന്ന് പറയുന്നതിൽ ഇപ്പോഴത്തെ സിസ്റ്റം രണ്ടും അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അത് ഒരെണ്ണം സിംഗിൾ യൂസിങ് മാത്രമേ ഉള്ളൂ, കുളി മാത്രമേ ഉള്ളൂ. അവിടെയും ചൊല്ലാന്ന, അതും പിശാചിന്റെ ഇടാണെന്ന്. ഹമ്മാം പിശാചിന്റെ ഇടാണെന്ന് തന്നെ ഹദീസിലുണ്ട്.
അങ്ങനെയുള്ളടത്ത് പോയിട്ട് പിശാചിനെ അകറ്റി നിർത്തണമെന്ന് ദ്വാ ആവൂല. ഔദും ബിസ്മീൻ ചൊല്ലി പിശാചിനെ അകറ്റി നിർത്തി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അൽഹംദുലില്ലാഹ്. ഇത് കേൾക്കലും പിശാചിന് അലർജിയാം. അൽഹംദുലില്ലാ കേട്ട പിശാചിന് അലർജി എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവന്റെ ആയുസ്സിൽ ഒരിക്കൽ പോലും ഇതുവരെ പറയാത്ത ഒരു വാക്കാണിത്. അത് സത്യവിശ്വാസി പറയുമ്പോൾ അവന് ഭയങ്കര ദേഷ്യ, അവൻ നമ്മളെ വെറുത്തിട്ട് പോവും. ഏത് ദിക്ർ പറയുമ്പോ അൽഹംദുലില്ലാഹ്. ഒളുവിന്റെ തുടക്കത്തിൽ അതുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഞാൻ സ്തുതി പറയുന്നു. എന്ത് കാര്യത്തിന്റെ പേരിൽ? അല്ലദീ ജഅലൽ മാഅ, ഞാൻ ഉളു ചെയ്യുന്ന ഈ വെള്ളത്തെ അവൻ ആക്കി തന്നിരിക്കുന്നു തഹൂറാ, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ളത് ആക്കി തന്നു. ഏതെങ്കിലും വെള്ളത്തിൽ പറ്റുമോ ഉളു എടുക്കാൻ? ഉളുവിന്റെ സ്വരത്തിൽപ്പെട്ട ഒന്നാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. മാഉൻ മുത്ലഖുൻ, തനി പച്ച വെള്ളമാവുക. പ്രകൃതിയാൽ അതിൽ ഉപ്പ് രസമുണ്ട്, കുഴപ്പമില്ല. ഉദാഹരണം കടൽ വെള്ളം. എന്നാൽ ഒരു പാത്രത്തില് ഉപ്പ് കലക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പ് കലക്കി ആ വെള്ളം കൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഉപ്പുവെള്ളത്തിലെ ഒതു എടുക്കാൻ പറ്റുമെന്ന് കണ്ട കടപ്പുറത്തേക്ക് പോയിക്കൊള്ളണം. അല്ലാതെ വീട്ടിൽ വെച്ച് ഉപ്പ് ചേർത്താ ആ വെള്ളം ഒതെടുക്കാൻ പറ്റൂല. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തൊക്കെ കടൽ വെള്ളം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്, മയ്യത്തൊന്ന് മയപ്പെടാൻ വേണ്ടിയിട്ട്. അത് കടൽ വെള്ളം തന്നെ പറ്റുള്ളൂ. മയ്യത്ത് കുളിപ്പിക്കാനും ഈ തൊഹൂറായ വെള്ളം തന്നെ വേണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ഒളുവിനുള്ളതെല്ലാം കുളിക്കുന്നുണ്ട്, അത് മയ്യത്തിന്റെ കുളിയാണെങ്കിലും ജീവനുള്ള ആളുടെ കുളിയാണെങ്കിലും. അതിന് കടൽ വെള്ളം ഉപയോഗിക്കാം എന്നല്ലാതെ വെള്ളം എടുത്തിട്ട് കടൽ വെള്ളം ആക്കാൻ നോക്കണ്ട. ഇത് ക്വാണ്ടിറ്റി ഉള്ള വെള്ളമാക്കി തന്ന അല്ലാഹ് ഒരു അത്ഭുതം അവിടെ പറഞ്ഞത്. ഒരു അത്ഭുതം അവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇത് തഹൂറായി. ഇത് എങ്ങനെയപ്പോ എനിക്ക് ഒതുകൂട്? എന്റെ കൈ പൊള്ളിയില്ലല്ലോ, ഇത് കൈ ചാടിപ്പോ. ഇത് ചാടിയ പൊള്ളേണ്ടതായിരുന്നേ. ഈ വെള്ളം ചാടിയാൽ ശരീരം പൊള്ളേണ്ടതാ, തീ പോലെ പൊള്ളേണ്ടതാ. അങ്ങനെയാണ് അതിന്റെ ഒരു ന്യായം, ശാസ്ത്രം അതാണ്. എന്നാ വെള്ളം എന്തിനാ തീ ഉള്ളത്? തീ പിടിച്ചാൽ അണച്ചു കളയാനാ വെള്ളം ഉപയോഗിക്കാം. വെള്ളത്തിൽ പെട്രോള് കത്തുന്ന പോലെ കത്താൻ സാധ്യതയുള്ള ഒരു സാധനമുണ്ട്, ഓക്സിജൻ എന്ന് പറയും. ഒരു ആറ്റം, ഒരു ഓക്സിജൻ എന്ന മൂലകം, ഒരാറ്റം ഓക്സിജന്റേത് 2 ഹൈഡ്രജനും H2O ആണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോ ഹൈഡ്രജൻ ആകട്ടെ കടലാസ്, വിറക് ഒക്കെ കത്തുന്ന പോലെ കത്തുന്ന ഒരു സാധനമാണ്. പെട്രോള് കത്തുന്നതിനേക്കാളും വേഗത്തിൽ ഒരു പക്ഷെ കത്താൻ സഹായിക്കുന്ന മൂലകമാണ്, വാതകമാണ് ഓക്സിജൻ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മനുഷ്യൻ വെള്ളം ഉണ്ടാക്കി എന്ന് എവിടെയും കേട്ടിട്ടില്ല കേട്ടോ. അത് അള്ളാഹ് തരുന്നേ പറ്റൂ. എല്ലാം ഉണ്ടാക്കി മനുഷ്യൻ. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി. ചന്ദ്രയാൻ ഉണ്ടാക്കി, ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കി, പലതും ഉണ്ടാക്കി. മനുഷ്യൻ വെള്ളം ഉണ്ടാക്കി എന്ന് പറഞ്ഞെവിടെ? എന്നാൽ ഈ കുടിവെള്ളക്ഷാമൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാലോ. എവിടെയൊക്കെ അങ്ങനെ പാൽ സൊസൈറ്റി തുടങ്ങുന്ന പോലെ വെള്ളം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ പഞ്ചായത്തിൽ 10-20 വീതം. ഇല്ല, വെള്ളം ഉണ്ടാക്കൽ പ്രയാസ, സാധ്യമല്ല എന്നാ. അത് സാധ്യമാക്കിയ അള്ളാഹുവിന്റെ ജഅൽ പറഞ്ഞു. ജഅലൽ മാഅ, അള്ളാഹുവിന്റെ ജഅൽ, അള്ളാഹു സൃഷ്ടിച്ചു ഈ വെള്ളത്തെ തഹൂർ എന്ന നിലയില്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രയോഗമാണിത്. വെള്ളം ഓക്സിജനും ഹൈഡ്രജനുമല്ലേ? ഇത് രണ്ടും കൂടി ചേരുമ്പോ ഒരാള് കത്തലല്ലേ? കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ, കത്തുന്ന ഹൈഡ്രജൻ. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉം. ഹൈഡ്രജൻ 50 വരുമ്പോൾ ഓക്സിജൻ 25 വരുന്നു. ഹൈഡ്രജന്റെ പകുതിയോളം ഓക്സിജൻ വരുന്ന ഇടം കത്തലല്ലേ എന്ന് ചിന്തിച്ചു അലൻ സ്ക്യൂപീറ്റർ എന്ന ഇംഗ്ലീഷുകാരൻ. എന്നിട്ടും അത് കത്താത്തത് എന്തുകൊണ്ട്? അവിടെ ഒരു ഇലാഹിന്റെ ബന്ധമുണ്ട്, അവിടെ ഒരു ഈശ്വരന്റെ ബന്ധമുണ്ട്, അവിടെ ഒരു അള്ളയുണ്ട്. അയാൾ ചിന്തിച്ചത് അതാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറാ. അങ്ങനെ അയാൾ ചിന്തിച്ചു. ആ ജഅലൽ മാഅ തഹൂറ നമ്മളും ചൊല്ലി. എന്തുട്ടാണ് എന്തോ അല്ലാഹു ആലം. വൈദൽ ബിഹാറു സുജ്ജിറത്, വെള്ളം കത്തും. വെള്ളം കത്തുമെന്ന് ഖുർആൻ, വെള്ളം കത്തുമെന്ന് ഖുർആൻ. പെട്രോൾ കത്തുന്ന പോലെ
കടല് കത്തിക്കപ്പെടും എന്ന് ഖുർആൻ. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഇടയിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി അങ്ങ് അള്ളാഹു എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളം കത്തും. അള്ളാഹു ചില കെമിസ്ട്രി വെച്ചിട്ടുണ്ട്. എത്ര അശ്രദ്ധയിലും തന്റെ മാറോട് അണിഞ്ഞിരിക്കുന്ന പൊന്നുമോനെ ചേർത്ത് പിടിക്കാൻ ഒരു മാതൃത്വത്തിന്റെ സ്നേഹം കൊടുക്കുന്ന ഒരു കാന്തിക ബന്ധമുണ്ട്. ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോൾ മടിത്തട്ടിൽ നിന്നും കുട്ടി ഊർന്നിറങ്ങി പോകുന്നത് അവൾ അറിയില്ലെന്ന് ഖുർആൻ. ആ ഉമ്മയും മകനും തമ്മിലുള്ള കാന്തിക ബന്ധം അള്ളാഹു ഊരിയെടുക്കും. എന്ന പോലെ ഓക്സിജന്റെതും ഹൈഡ്രജന്റെതും അള്ളാഹു ഊരിയെടുക്കുമ്പോ വെള്ളം അങ്ങ് കത്താൻ തുടങ്ങും. ഓക്സിജൻ കത്തിക്കുന്ന സ്വഭാവം, കത്താൻ സഹായിക്കുന്നതാ ഓക്സിജൻ, കത്തുന്നതല്ല, കത്താൻ സഹായിക്കുന്നത്. അങ്ങനെയാണ്. ഈ അടുപ്പിൽ തീ കത്താതെ വരുമ്പോ എന്താ ചെയ്യാ? സാധാരണ അടുപ്പിലേക്ക് എന്താ ചെയ്യാ? ഊതല്ല ചെയ്യാ. എങ്ങനെ ഊതാ? ഊതും. അപ്പൊ ശരിക്കും നമ്മൾ പുറത്തേക്ക് നിശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പക്ഷെ അതില് ഓക്സിജൻ ഒരല്പമൊക്കെ ഉണ്ട്. അതങ്ങോട്ട് ചെല്ലലാണ് ആ കത്തല്. നമ്മൾ പുറത്തേക്ക് നിശ്വസിച്ച് വിടുന്നതിൽ അത് നിശ്വസിച്ചതല്ല ശരിക്ക്. അത് നമ്മൾ എക്സ്ട്രാ പ്രഷർ എടുത്ത് ഊതിയതാ. സ്വാഭാവികമായും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നില്ല, അത് മൂക്കികൾ പോകുന്നുണ്ട്, അത് വേറെ. ഇതല്ല, ഇത് നമ്മൾ ഒരു കൊട്ടക്കണക്കിന് വാതകം അങ്ങോട്ട് വായിലേക്ക് വലിച്ചെടു കയറ്റും. എന്നിട്ട് ഒരു ഊത്താണ്. ആ ഊത്തില് അത് നമ്മൾ ശ്വസിക്കാനെടുത്തല്ല, നമ്മളത് അടുപ്പിൽ ഊതാനെടുത്താണ്. അതങ്ങനെയാന്ന് പഠിച്ചവനും അറിയാം, തീനും അറിയാം, നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് പുറത്തേക്ക് അതിലുള്ള ഒരു അല്പം ഓക്സിജൻ ഉണ്ട്. അത് അങ്ങോട്ട് ചെന്നിട്ട് അതിൽ തീയിലേക്ക് ചെല്ലുമ്പോൾ അത് അങ്ങോട്ട് കത്താൻ സഹായിക്കും. ഓക്സിജൻ കത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. കൈ കഴുകി ഒതുവിന്റെ സുന്നത്തിനെ ഞാൻ എടുക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്തു. കൈ കഴുകി ദിക്റ് ചൊല്ലി. വായിൽ വെള്ളം കുപ്പിളിക്കലിന്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റാൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചെയ്തു തുടങ്ങാം. അല്ലെങ്കിൽ പതുക്കെ പതുക്കെ എക്സ്പീരിയൻസ് ആക്കി. ഈ വിരല് മൂക്കിലിരുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്താന്ന് പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി. റമദാനിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ നോമ്പ് മുറിയും. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി പതുക്കെ മൂക്കിന്റെ അകത്ത് വിരല് നനച്ചൊന്ന് തുടച്ചെടുത്തതാണ്. വെള്ളം കയറാത്ത രീതിയിൽ ഈ തരിമൂക്കിന്റെ ഭാഗത്ത് നോക്കിയാൽ കാണുന്ന ഉള്ളിൽ ഈ വിരൽ ഇങ്ങനെ വെച്ചാൽ നോമ്പ് മുറിയില്ല. ആ ഭാഗത്ത് നനവ് ഒന്ന് എത്തിച്ച് തുടച്ചങ്ങ് എടുത്തു. അത് നോമ്പ് കഴിഞ്ഞിട്ടും പിന്നെന്താണ്, അത് നോമ്പ് മുറിയാതിരിക്കാൻ വേണ്ടി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിൽ ഒഴിവാക്കിയിട്ട് വിരൽ നനച്ചു വെച്ചതാ. നോമ്പ് കഴിഞ്ഞപ്പോ പള്ളിയുടെ മുന്നിൽ കൊടുത്ത മഗ്‌രിബിന്റെ നേരത്തെ സമൂസ കട്ടായിട്ടുണ്ട്, തറാവീഹ് നിസ്കാരം കട്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നോമ്പ് കഴിഞ്ഞിട്ടും കട്ടായിട്ടില്ല. ഏത് നോമ്പുള്ളതിന്റെ പേരിലായിരുന്നു റമദാനിൽ ഈ വിരൽ നനച്ച് മൂക്കർ തുടയ്ക്കുക. സത്യത്തിൽ ഇത് വെള്ളം കയറ്റി ചീറ്റാന്ന് പറഞ്ഞത്. ഇസ്തിൻഷാഖ്, മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് ചീറ്റണം. എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്താൽ മതി. അല്ലാത്തവർ വെറുതെ വെള്ളം വലിച്ചു കയറ്റി സൽഫൈസിന്റെ തലയിൽ വെക്കരുത്. ആ വെള്ളം അങ്ങനെ വായിൽ കുപ്പിളിക്കുന്നതിന്റെ കൂടെ, കുപ്പിളിക്കാൻ തന്നെ, വെറുതെ വായി കയറ്റി തുപ്പാന്നല്ല പറഞ്ഞ, കുപ്പിളിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, വായിൽ കുപ്പിളിച്ച് തന്നെ കളയണമെങ്കിൽ അതിന് മുമ്പ് ഒരു പരിപാടി വേറെ ഉണ്ട് കേട്ടോ. അത് ഒളുവിന്റെ കൂടെ ശക്തമായ സുന്നത്താണ്. അതെന്താണെന്നറിയോ? അത് മുൻകൈ കഴുകി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബ്രഷ് എടുക്കുക. വിരലില് വാഗപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേ എന്തോ ഒരു പൊടി ഉണ്ടല്ലോ, നമ്പൂതിരി പൊടിയോ എന്തോ ഒരു പൊടിയുണ്ട്, അതൊന്നും പറ്റൂല. അതൊന്നും സിവാക്കി ചേർക്കപ്പെട്ടതല്ല, ഉരമുള്ള വസ്തുവായിരിക്കണം. അത് ബ്രഷ് നല്ലതാണ്, അറാക്ക് നല്ലതാണ്. അത് വലത് കൈ കൊണ്ട് തന്നെ ചെയ്യണം. ചെയ്യുമ്പോ നമ്മൾ ബ്രഷ് ആദ്യം കഴുകണം. അത് സുന്നത്താണിത്. ബിസ്മി ചൊല്ലിയിട്ട് ബ്രഷ് കഴുകണം. ബ്രഷ് കഴുകിയിട്ട് ബ്രഷിൽ നമ്മുടെ ഈ വിരല് തന്ത ഓർ തള്ള, അങ്ങനെ എന്തോ പറയുന്നതിന്, തന്ത വിരല് തള്ള വിരൽ, അതിങ്ങനെ വെക്ക. തന്ത വിരല് താഴെ വെക്ക, ചെറുവിരലും താഴെ വെക്ക, ചെറുവിരല് താഴെ വെക്ക. ചെറുവിരൽ കാണാൻ പറ്റുന്നുണ്ടോ? ചെറുവിരൽ താഴെ വെക്ക, ബ്രഷിന്റെ താഴെ. തന്തവിരലും താഴെ വെക്ക. ചെറിയ പിന്നെ ഉള്ള മൂന്ന് വിരലുകള് ബ്രഷിന്റെ മുകളിലാവണം. ഇങ്ങനെ റസൂലുള്ളാഹി പിടിക്കാൻ പറഞ്ഞത്. അങ്ങനെ പിടിച്ചിട്ട് വലതുവശം കൊണ്ട് തുടങ്ങാം. അവിടെ പ്രത്യേകം ബിസ്മി ചൊല്ലല് നല്ലതാണ്, സുന്നത്താണ്. വലതുവശം കൊണ്ട് തുടങ്ങാം. പുറം ഭാഗം വലതുവശം, എന്നിട്ട് നേരെ മുകളിലെ പല്ലുകളാണ് ആദ്യം, എന്നിട്ട് അതിന്റെ ഉള്ള്, അത് കഴിഞ്ഞിട്ട് ഇടത് ഭാഗം, വലതുകൊണ്ട് തുടങ്ങാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വായിൽ വെള്ളം
കുപ്പിളിക്കണം എന്ന് പറഞ്ഞത് കുപ്പിളിക്കാൻ വേണ്ടിയിട്ട് തന്നെ, പല്ല് നന്നായിട്ട് തേച്ച ആളായി വായിൽ വെള്ളം കുപ്പിളിക്കൽ, അല്ലാത്തവർ വെറുതെ കയറ്റി ചീറ്റിലുള്ളൂ. എന്നിട്ടോ നാവിലും കൂടി ചെയ്യുമ്പോഴാണ് മിസ്വാക്ക് എന്ന് പറയാ, അല്ലാതെ പല്ലേല് മാത്രം ചെയ്യുന്ന പരിപാടിക്ക് അല്ല. വതൂലൻ ഫിൽ ലിസാനി, അതിന് ടങ് ക്ലീനർ അല്ല ഉപയോഗിക്കാം. ശറഈ പറഞ്ഞത് ടങ് ക്ലീനർ അല്ല, നിന്റെ കയ്യിലുള്ള അതേ മിസ്വാക്ക് തന്നെ നാവിൽ നീളത്തിൽ ഒരസ. ആ സമയത്ത് ശരിക്കും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സൗണ്ട് ഇങ്ങോട്ട് വരും, അല്ലേ? ആ സൗണ്ട് വരുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അയലോക്കക്കാരെ പേടിപ്പിക്കരുത് വായിലേക്ക് ഇട്ടിട്ട്. ഒരു ലിമിറ്റ് വേണം. അതകത്തേക്ക് അങ്ങോട്ട് പതുക്കെ നാവേല് ബ്രഷ് വെച്ച് തന്നെ ചെയ്യാം. രുചികുമളകൾക്ക് ഏറ്റവും സുരക്ഷിതത്വം അതാണ്, അല്ലാതെ ടങ് ക്ലീനർ ഉപയോഗിക്കലല്ല എന്ന് ആരോഗ്യ മാസികയൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് അതറിയാൻ പറ്റും. ഇതും കൂടി കഴിഞ്ഞാൽ ബ്രഷ് കഴുകിയിട്ടാണ് ഇനി ഒളുവിന്റെ അടുത്ത പരിപാടി. വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിലപ്പോ ഒരു ഫ്രഷ്നെസ് അവിടെ വന്നു. പല്ല് തേച്ചുകൊണ്ടുള്ള നിസ്കാരം പല്ല് തേക്കാതെയുള്ള നിസ്കാരത്തെക്കാളും 70 ഇരട്ടി പ്രതിഫലം കൂടുതലാം. ഒരാൾ നിസ്കരിക്കാൻ പോയി, ഒളു എടുത്തു, നിസ്കരിക്കാൻ പോയി കൈ കെട്ടിയ ശേഷമാണ് അവൻ ഓർമ്മ വന്നത്, ഞാൻ പല്ല് തേക്കാതാണല്ലോ നിസ്കാരത്തിൽ കൈ കെട്ടുമ്പോ ഒക്കെ ഓർമ്മ വരുമല്ലോ. ആദ്യം ഓർമ്മ വന്ന് പഠിച്ചോ ഞാൻ പല്ല് തേക്കാതാണല്ലോ വന്നത് എന്ന് ഓർമ്മ വന്ന പോക്കറ്റിൽ അറാക്കുണ്ടെങ്കിൽ 3 ചലനം സംഭവിക്കാത്ത രീതിയിൽ പല്ല് ഇങ്ങനെ പതുക്കെ വിരലുകൊണ്ട് അറാക്കിന്റെ കഷ്ണം കൊണ്ട് മുൻപല്ലേലൊന്ന് ഉരസിയാണെങ്കിലും ആ സുന്നത്ത് എടുക്കാന്ന. അറബികളത് ഫർദായിട്ട് തന്നെ കാണാം, അവരെ കയറി കഴിഞ്ഞ പിന്നെ തേക്കില്. അത് പോക്കറ്റിൽ എങ്ങനെ ഉണ്ട്, കൈ കെട്ടിപ്പോഴോ ഓർമ്മ വന്നത്, എല്ലാം ഓർമ്മ വന്നപ്പോ ആദ്യം ഓർമ്മ വന്നത് പല്ല് വെച്ചില്ല എന്നുള്ളത് ഓർമ്മ വന്ന്. അപ്പൊ പതുക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് കൈ അനങ്ങിയിട്ടില്ലാട്ടോ, വിരല് മാത്രമേ അനങ്ങിയിട്ടുള്ളൂ, വിരല് മാത്രമേ. നാളെ മുതൽ ഈ സർക്കസ് കാണിക്കാൻ നിൽക്കണ്ടോ, ഇതൊക്കെ നേരത്തെ ചെയ്തോളണം. ഇത് ഒരു നിർവാഹമില്ലാത്ത മനുഷ്യന് ഇങ്ങനെയെങ്കിലും ചെയ്യാന്നൊരു വജുഹേ ഉള്ളൂ. കണ്ടോ, ഒന്നും അനങ്ങിയിട്ടില്ല, കൈ ഇങ്ങനെ തന്നെ ഇരിക്കുക. എന്തോരം വൃത്തിയാവുന്നുള്ള പഠിച്ചവനറിയാം. അപ്പൊ ആ കോട്ടി കാണിക്കാൻ നിസ്കാരത്തിലേക്ക് വരരുത്. അങ്ങനെയാണെങ്കിലും ചെയ്താൽ കൂലി കിട്ടുമെന്നാ പറഞ്ഞത്. അങ്ങനെ നിസ്കാരത്തിലേക്ക് ഒരാൾ കടന്നു വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.